ഈശ്വരാനുഗ്രഹത്താലും പ്രാർത്ഥനയാലും സമ്പന്നമായ ജീവിതം 95-ാം വയസ്സിലേക്ക്. കറ്റാനം തെക്കുഴേത്ത് സാമുവൽ കോശിയുടെ പ്രിയതമ ചിന്നമ്മ സാമുവൽ അമേരിക്കയിലെ ന്യൂയോർക്കിൽ 95-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് 4 തലമുറ. മക്കളെ എന്നല്ല, കൊച്ചുമക്കളെ പോലും അമ്പരപ്പിക്കുന്ന ഓർമ്മശക്തിയാണ് അമ്മച്ചിക്ക്. അമ്മച്ചി എത്രാം ക്ലാസ്സിലായത് പഠിച്ചെന്ന് പറഞ്ഞേ? 2ാം ക്ലാസ്. 2ാം ക്ലാസ്സില്. അമ്മച്ചി പാടി. പൈങ്കിളിയേ പൈങ്കിളിയേ കളിയാടിയിടാൻ വരും നീ, ദൈവമേ കൈതൊഴം കാക്കുമാറാകണം. ഞങ്ങള് പ്രാർത്ഥിച്ചും പാടിയതൊന്നും ഓർക്കുന്നത്. 28-ാം വയസ്സിൽ പ്രസവത്തോടെ ജീവിതം അവസാനിക്കുമെന്ന് ഒരു കണിയാൻ സമയം കുറിച്ച സ്വന്തം മകളെക്കുറിച്ച് അമ്മച്ചി ഓർത്തെടുക്കുമ്പോൾ ആ കുട്ടി അത്ഭുതത്തോടെ കേട്ടിരിക്കുന്നു 70 കഴിഞ്ഞ ഒരു കന്യാസ്ത്രീ. ആശ്രമത്തിൽ പോയ കൊച്ച് ഇപ്പൊ കണ്ടോ, അതും ആ പറച്ചിലും ഇതുമായിട്ട് എന്തോ ഉണ്ട്. ഇപ്പൊ 70 വയസ്സ് കഴിഞ്ഞു. പിന്നെ ഇപ്പോഴും 72 വയസ്സ് കഴിഞ്ഞു. ഇപ്പോഴും മിടുക്കിയായിട്ടിരിക്കുന്നു. 28-ാമത്തെ വയസ്സ് ഗർഭത്തോടെ മരിക്കുമെന്ന് പറഞ്ഞു. ജാതകം കണിയാര്. വായന അമ്മച്ചിക്ക് ജീവനാണ്. അത് വേദപുസ്തകമായാലും പത്രമായാലും. കഴിഞ്ഞ ക്രിസ്മസിന് അതുകൊണ്ട് തന്നെ കൊച്ചുമകൻ നേത്രരോഗ വിദഗ്ധനായ ഡേവിഡ് സമ്മാനിച്ചത് അക്ഷരങ്ങൾ സ്ക്രീനിൽ തെളിയുന്ന ഉപകരണം. വളരെ കൗതുകത്തോടുകൂടിയാണ് അമ്മച്ചി അത് നോക്കിക്കണ്ടതും വായന തുടങ്ങിയതും. ഉണ്ണീശോയുടെ നിഷ്കളങ്കമായ നോട്ടവും ആ തേജസ്സും നമ്മുടെ മനസ്സിനെ പ്രഭാപൂരമാക്കി 1 വർഷം കൂടി നമുക്ക് മുൻപിൽ വെച്ച് നീട്ടുന്നു. അതിനാൽ നമുക്ക് ഏവർക്കും അങ്ങോട്ട് അക്ഷിത മോൾ അക്ഷിത ഇത് ഇച്ചിയല്ല, അക്ഷിതയാണ്. അക്ഷിത അക്ഷിത മോൾ മോൾ ഇച്ചിരൂടെ ഇങ്ങോട്ട് മോൾ. കണ്ടോ, കഥയുള്ളൂ. ആദ്യമായിട്ട് ഞാൻ കാണുന്നു ഇങ്ങനെ ഒരു സാധനം. അമ്മച്ചിക്ക് ഇപ്പം കമ്പ്യൂട്ടറൊക്കെ ആയി വലിയ സൗകര്യമായി പോയി. വർഷങ്ങൾക്ക് മുമ്പ് പള്ളിക്കൂടത്തിൽ പഠിച്ച പ്രാർത്ഥനാ ഗാനം അമ്മച്ചി ഒരു വരി പോലും മറക്കാതെ പാടും. എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാകണം, നിന്നെ ഞാൻ എന്നുമേ കാണുമാറാകണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാകണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാകണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാകണം. ദൈവമേ. അമ്മച്ചിക്ക് മക്കൾ 7. കന്യാശ്രീയായ സിസ്റ്റർ മേരി ആഗ്നസിനെ കൂടാതെ ഒരു മകനെയും അമ്മച്ചി ദൈവവേലയ്ക്കായി സമർപ്പിച്ചിട്ടുണ്ട്. റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് അസീസി OIC. രാജമ്മ, രാജൻ, ലൂയിസ്, ജോസ്, ഡൊമിനിക് എന്നിവരാണ് മറ്റു മക്കൾ. ഇവരിൽ ഇളയ മകൻ ഡൊമിനിക്കിനും അൽഫോൻസയ്ക്കുമൊപ്പം 3 പതിറ്റാണ്ടോളമായി ന്യൂയോർക്കിലാണ് അമ്മച്ചിയുടെ താമസം. പഴയ കഥകൾ കേൾക്കാൻ അമ്മച്ചിക്ക് ചുറ്റും തലമുറ ഭേദമന്യേ ആളുകൾ കൂടുന്നു. മക്കൾ, കൊച്ചുമക്കൾ, അവരുടെ മക്കൾ. അമ്മച്ചി മമ്മനെ ഒരു ഫ്യൂ വർഷം വളർത്തിയപ്പോള് വല്ല സ്റ്റോറി ഉണ്ടോ? എന്നെ വളർത്തിയല്ലോ. അവള് ചോദിക്കുന്ന അമ്മച്ചി എന്നെ 3 വയസ്സ് വരെ വളർത്തിയില്ലേ, അന്നത്തെ വല്ല കഥയുണ്ടോന്ന് അവള് ചോദിച്ചു. ഒരു കസേരയിലോട്ട് എൻ്റെ മുമ്പിൽ മടിയിലിരിക്കുമായിരുന്നു. എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നുകൊണ്ട് അപ്പോൾ ഈ തലമുടി ഇവിടെ ഇങ്ങനെ എന്തോന്നേ റിബണിട്ട്, ചുവന്ന റിബണിട്ട് കെട്ടി വെച്ചിരിക്കുക. അത് ഇതേ അതിൻ്റെ കസേരയുടെ എന്തോന്നെ പിടിച്ചോണ്ട് ഒരു വയസ്സേ ഉള്ളൂ. ആ മുറിയിൽ അവിടെ പന്തലിലിരുന്ന മനുഷ്യർ മുഴുവൻ ചിരിയ. അവള് ചിരിയൊന്നും നോക്കുന്നില്ല.
അന്ന് അങ്ങ് ആട്ടം. അപ്പം ഈ ആടി ആടി ഇത് ഇച്ചിരി അയഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെക്കാട്ടി മുമ്പേ ചാടുക ഇത് തലയെക്കെട്ട്. ഓർമ്മ കണ്ടോ? കേൾക്കാം നമുക്ക് അമ്മച്ചിയുടെ ഒരു ഓണപ്പാട്ട് കൂടി. വഞ്ചിറാണി വാണിയിടുമ്പോൾ വഞ്ചിക്കെന്നും തിരുവോണം, വഞ്ചിപ്പാട്ടും കളികളും നാട്ടിലെല്ലാവും. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. അമ്മച്ചിക്ക് ചക്കര ഉമ്മ. Happy birthday